PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടതിനെതിരെ കടുത്ത നിലപാടുമായി CPI തീരുമാനമെടുക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു. മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതടക്കം കടുത്ത തീരുമാനങ്ങൾക്ക് സാധ്യത. ഉദ്യോഗസ്ഥരാണ് ഒപ്പിട്ടതെന്ന വിചിത്ര ന്യായവുമായി LDF. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ല, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത്. മന്ത്രി അറിഞ്ഞിട്ടായിരിക്കാം. ഉദ്യോഗസ്ഥന്മാരാണ് ഈ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. മുന്നണിയിൽ ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനത്തിൽ RJDക്കും അതൃപ്തി. സെന്റ് റീത്ത സ്കൂളിൽ തുടർന്ന് പഠിക്കാനില്ലെന്ന് വിലക്ക് നേരിട്ട പെൺകുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയിൽ. കുട്ടിയുടെ അവകാശത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കണമെന്നും പിതാവ്. പ്രശ്നം വഷളാക്കാനാണ് ശ്രമമെന്ന് സ്കൂൾ മാനേജ്മെന്റ്. തുടർ നടപടികൾ അവസാനിപ്പിച്ച് ഹൈക്കോടതി. ആനക്കൊമ്പ് കേസിൽ മോഹൻലാലിനും സർക്കാരിനും തിരിച്ചടി. ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം ലാലിന് നൽകിയ നടപടി റദ്ദാക്കി. വനംവകുപ്പിന്റെ നടപടി നിയമപരമല്ല. പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി. ചേർത്തലയിലെ ഐഷ കൊലക്കേസിലെ കേസ് ഡയറിയുടെ പകർപ്പ് പുറത്തുവിട്ട് ന്യൂസ് 18. ഐഷയെ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യന്റെ കുറ്റസമ്മതം. കൊലപാതകം സ്വർണവും പണവും തിരികെ ചോദിച്ചതിലെ പ്രതികാരം. വീട്ടുവളപ്പിൽ നിന്ന് കിട്ടിയ മൃതദേഹാവശിഷ്ടങ്ങളുടെ പരിശോധനാ ഫലം കാത്ത് അന്വേഷണ സംഘം. NDA ക്യാമ്പിനെ ആവേശത്തിലാക്കി നരേന്ദ്രമോദി ബീഹാറിൽ. സമസ്തിപൂർ ജില്ലയിലെ കർപ്പൂരിൽ പടുകൂറ്റൻ റാലി. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA ഉജ്ജ്വല ജയം നേടുമെന്ന് മോദി. NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന ചോദ്യവുമായി മഹാസഖ്യം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1000 പോയിന്റ് കടന്ന് തിരുവനന്തപുരത്തിന്റെ കുതിപ്പ്. കണ്ണൂരിനെ മറികടന്ന് തൃശൂർ രണ്ടാമത്. 4x400 മീറ്റർ റിലേ ഫൈനൽ രാത്രി 7:30.